ജോഗ്രഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഘനീകരണ രൂപങ്ങളെ കുറിച്ചിട്ടാണ്. ഘനീകരണ രൂപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിലും ഇതിനെ ഓരോന്നും എടുത്തായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഘനീകരണം എന്ന് എന്താ സംഭവിക്കുന്നത്? നമുക്ക് അദൃശ്യമായിട്ടുള്ള ജലതന്മാത്രകൾ അന്തരീക്ഷത്തിലുണ്ട്. അത് ഒരു നിശ്ചിത ഊഷ്മാവിലെത്തുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു? അത് പൂർണ്ണമായിട്ടും അതിന് നിറയാവുന്ന അത്രയും അത് എന്ത് ചെയ്യുന്നു? ആ വായുവിൽ എത്രത്തോളം അതിന് നിറയാൻ പറ്റുമോ അത്രത്തോളം അത് നിറയുന്നു. ഈ ജലതന്മാത്രകൾ കൊണ്ട് നിറയുന്നു. നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ ജലതന്മാത്രകൾ കൊണ്ട് നിറയുന്നു. അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു പൂരിതാവസ്ഥ. ഈ പൂരിതാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഒരു നിർണായകമായ ഒരു ഊഷ്മാവുണ്ട് അല്ലേ? ഒരു പ്രത്യേക താപനിലയിൽ എത്തുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും ആ വായുവിലേക്ക് എത്തിച്ചേരുന്നത്. അതിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ജലതന്മാത്രകൾ, അദൃശ്യമായ ജലതന്മാത്രകൾ എത്തുന്നത്. ഇനി ആ ഊഷ്മാവിൽ നിന്ന് വീണ്ടും താപനില താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, വീണ്ടും അന്തരീക്ഷം തണുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അതിൻ്റെ പരമാവധിയിൽ നിന്നും അതിന് സംഭവിക്കുന്നു? അതിന് മറ്റൊരു പ്രക്രിയയിലേക്ക് അത് കടക്കുന്നു. അത് ഘനീകരണം എന്ന് പറയുന്ന മറ്റൊരു പ്രക്രിയയിലേക്ക് കടക്കുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ആ അദൃശ്യമായ ജലതന്മാത്രകൾക്ക് വീണ്ടും തണുപ്പ് വന്നിട്ട് തണുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് ഇനി അദൃശ്യമായി നിൽക്കാൻ പറ്റില്ല. അതിന് വേറെ അതിൻ്റെ കട്ടി ഇങ്ങനെ കൂടി അതിൻ്റെ വലിപ്പം കൂടി വരാൻ തുടങ്ങും. അങ്ങനെ വലിപ്പം കൂടി വന്നിട്ട് അത് വിവിധ രൂപങ്ങളായി മാറും. അങ്ങനെ വരുന്ന ആ പ്രക്രിയയാണ് ഘനീകരണ പ്രക്രിയ. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന വേറെ രൂപങ്ങളെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഘനീകരണ രൂപങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ് ഘനീകരണ രൂപങ്ങൾ? തുഷാരം ഒരു ഘനീകരണ രൂപമാണ്. ഹിമം മറ്റൊരു ഘനീകരണ രൂപമാണ്. മൂടൽ മഞ്ഞ് മറ്റൊരു ഘനീകരണ രൂപമാണ്. മേഘങ്ങൾ മറ്റൊരു ഘനീകരണ രൂപമാണ്. ഇതല്ലാതെയും ഉണ്ട് കേട്ടോ. എങ്കിലും നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഘനീകരണ രൂപങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് തുഷാരമാണ്. തുഷാരം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും നമ്മൾ ഈ രാവിലകളിലൊക്കെ നമ്മുടെ തൊടികളിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പുൽക്കൊടികളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ചില ഇലകളിലൊക്കെ ചെറിയ ജലത്തുള്ളികൾ കിടക്കുന്നുണ്ടായിരിക്കും. മഴ പെയ്തതിൻ്റെ ഭാഗമായിട്ട് വന്ന ജലത്തുള്ളിയല്ല ഇത്. കുറച്ചൊരു കട്ടിയിൽ നമുക്ക് ഒരു നനവ് ഫീൽ ചെയ്യും. തലേ ദിവസം രാത്രിയിൽ മഴയൊന്നും ഇല്ലെങ്കിൽ പോലും ജലത്തുള്ളിയായിട്ട് നമുക്കൊരു നനവ്, ഒരു ജലത്തുള്ളി, ഒരു വെള്ളത്തുള്ളി പോലെ നമുക്ക് ഒരു കുറച്ച് കട്ടിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. തുഷാരം എന്നാണ് അതിനെ വിളിക്കുക. ഡ്യൂ ഡ്രോപ്സ് എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഇത് സംഭവിച്ചത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വായിച്ചത് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൗമോപരിതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സ്ഥലം അല്ലേ? നമ്മൾ എല്ലാവരും നടക്കുന്ന സ്ഥലം, ചെടികൾ നിൽക്കുന്ന സ്ഥലം, മരങ്ങൾ നിൽക്കുന്ന സ്ഥലം, ഇതിനെ നമ്മൾ വീട് വെച്ചിരിക്കുന്ന ഇതൊക്കെ ഭൗമോപരിതലത്തിലാണല്ലോ, ഭൂമിയുടെ ഉപരിതലത്തിലാണല്ലോ. ഈ ഉപരിതലത്തിൽ അവിടുത്തെ വായു രാത്രിയാകുമ്പോൾ ഇങ്ങനെ തണുക്കുന്നു. എല്ലായിടത്തും രാത്രിയിൽ വായു എല്ലാം തണുക്കുന്നുണ്ട്. പക്ഷേ ഈ ഭൗമോപരിതല ഭാഗത്തെ, ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഭാഗത്തുള്ള വായു തണുക്കുന്നു. അങ്ങനെ തണുക്കുമ്പോൾ ആ വായുവിൽ ഓൾറെഡി എന്തുണ്ടായിരിക്കും? ആർദ്രത, അതായത് ഈ പറയുന്ന അദൃശ്യമായ ജലത്തുള്ളികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് തണുക്കുമ്പോൾ ഇതൊരു നിശ്ചിത ഊഷ്മാവായി കഴിഞ്ഞപ്പോൾ അതിന് പൂരിതാവസ്ഥ, ആ വായുവിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന പരമാവധി ജലതന്മാത്രകളായി. പക്ഷേ പിന്നെയും തണുത്താലോ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? അവിടുത്തെ ഈ പറയുന്ന ജലത്തുള്ളികൾക്ക് ഘനീകരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഘനീഭവിച്ച് അതായത് വീണ്ടും ഇങ്ങനെ താപനില കുറഞ്ഞ് തണുപ്പ് ഇങ്ങനെ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അവിടുത്തെ ഈ പറയുന്ന അദൃശ്യമായ ജലത്തുള്ളികൾ അത് ഘനീകരണം സംഭവിച്ച് ഘനീഭവിച്ച് വേറൊരു രൂപത്തിലേക്ക് മാറി. എന്ത് രൂപത്തിലേക്കാണ് മാറിയത്? അതൊരു വെള്ളത്തുള്ളിയുടെ രൂപത്തിലേക്ക് മാറി. ആ വെള്ളത്തുള്ളി എന്ത് ചെയ്യും? അതിന് എവിടെയെങ്കിലും നിൽക്കണ്ടേ? ഇത്രയും നേരം അദൃശ്യമായിട്ട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭൂമിയുടെ ആകർഷണ ബലത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ട് അയാൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ അദൃശ്യമായ ജലതന്മാത്രകൾ എല്ലാവരും കൂടി പിന്നെ എന്ത് ചെയ്യാൻ വേറെ രൂപം പ്രാപിച്ച് വെള്ളത്തുള്ളി ആയപ്പോൾ അത് നമ്മുടെ ഈ പുൽക്കൊടികളിലോ ഇലകളിലോ അല്ലെങ്കിൽ മറ്റ് തണുത്ത പ്രതലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? പറ്റിപ്പിടിക്കുന്നു. അങ്ങനെ നമ്മൾ നാളെ രാവിലെ നേരം വെളുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഇതുപോലെ ചെറിയ തുള്ളികളെ കാണാൻ പറ്റും. ഇതാണ് തുഷാരം എന്ന് പറയുന്ന ഒരു ഘനീകരണ രൂപം. മറ്റൊന്നാണ് ഹിമം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ അങ്ങനെ വല്ലാതെ കണ്ടിട്ടുണ്ടായിരുന്നു. കാണാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ എങ്കിലും നമുക്ക് ചില വളരെ തണുപ്പുള്ള
ഊട്ടി, കൊടൈക്കനാൽ അല്ലെങ്കിൽ ഈ പറയുന്ന മൂന്നാർ, പൊന്മുടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഹിമം എന്ന് പറയുന്ന ഒരു കാര്യം കാണാറുണ്ട്. അതായത് എന്താണ് ഹിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഘനീകരണ രൂപമാണ് അല്ലേ. ഇതെന്താണ്? അന്തരീക്ഷ താപനില 0°C താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. ഹിമകണികകൾ എന്ന് പറഞ്ഞാൽ ഈ ചിത്രം നോക്കി നോക്കൂ, വളരെ ഉപ്പ് പോലെ അല്ലെങ്കിൽ പൊടിഞ്ഞ മഞ്ഞ് കട്ട അല്ലെങ്കിൽ മഞ്ഞ് കട്ട എന്ന് പറയാൻ മഞ്ഞ് പൊടികൾ പോലെ, അതിനെയാണ് നമ്മൾ ഹിമം എന്ന് പറയുക. ഈ ചിത്രത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ നേരത്തെ തുഷാരം പറഞ്ഞല്ലോ. ഈ തുഷാരം എന്ന് പറയുമ്പോൾ അന്തരീക്ഷ താപനില ഇങ്ങനെ തണുത്ത് കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഉപരിതലത്തിനോട് ചേർന്ന ഭാഗങ്ങളെല്ലാം അവിടെ ഈ ജലത്തുള്ളിയായി മാറുന്ന പ്രക്രിയയാണ്. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ തണുപ്പാണ് ഒരു സ്ഥലത്ത് സംഭവിച്ചതെന്ന് വിചാരിച്ചോ. അതായത് തുഷാരം ഉണ്ടാകുമ്പോൾ അത് 0°C താഴുന്നില്ല. അവിടുത്തെ താപനില, തുഷാരം ഉണ്ടാക്കുന്ന താപനില 0°C താഴുന്നില്ല. എന്നാൽ 0°C താഴ്ന്നിട്ട് ഒരു സ്ഥലത്തെ താപനില പോയി കഴിഞ്ഞാൽ അവിടുത്തെ അതിൻ്റെ ഭൗമോപരിതലത്തിലുള്ള അവിടെ പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന അവിടുത്തെ വായുവിലെ ജലാംശത്തിന് അവിടെ ഘനീകരണം സംഭവിച്ചിട്ട് അത് രൂപാന്തരം പെടുന്നത് വെള്ളത്തുള്ളി ആയിട്ടായിരിക്കില്ല. 0°C താഴോട്ടേക്ക് ഈ പോകുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ, മറ്റേതൊക്കെ ഈ തുഷാരമൊക്കെ ഉണ്ടാകാൻ 0°C താപനില എത്തേണ്ട ആവശ്യമില്ല, തണുപ്പായിരിക്കും, അതിലേക്ക് എത്തേണ്ട ആവശ്യമില്ല. എന്നാൽ 0°C താഴ്ന്നിട്ട് വീണ്ടും താപനില പോകുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക എന്താണ്? അത്തരം പ്രദേശങ്ങളിൽ തുഷാരമല്ല കാണാൻ വേണ്ടി പറ്റുക. രാവിലെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക ഹിമമായിരിക്കും. തുഷാരത്തിൻ്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ, ഈ ചിത്രം കണ്ടില്ലേ, ഇലകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന, നമ്മൾ വിചാരിക്കും ഉപ്പ് വിതറി കിടക്കുകയാണോ അല്ലേ, അതുപോലെയുള്ള ഹിമകണികകളെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇതും എന്താണ്? ഒരു ഘനീകരണ രൂപമാണ്. അതിൻ്റെ പേര് ഹിമം എന്നാണ് അല്ലേ. തുഷാരത്തിന് പകരം 0°C താഴെ പോകുന്ന സ്ഥലങ്ങളിൽ ഹിമമാണ് വരുന്നത്. മറ്റൊരു ഘനീകരണ രൂപമാണ് മൂടൽമഞ്ഞ്. എന്താണ് മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മൂടൽമഞ്ഞ്, നമുക്കിവിടെ മൂടൽമഞ്ഞിനെ പറ്റിയിട്ടും പറയാനുണ്ട്, മൂടൽമഞ്ഞും പറയാനുണ്ട്, അതുപോലെ തന്നെ കനത്ത മൂടൽമഞ്ഞും പറയാനുണ്ട്. അതിന് ഇംഗ്ലീഷിൽ ഒന്നിനെ മിസ്റ്റ് എന്നും മറ്റൊന്നിനെ ഫോഗും എന്നാണ് പറയാറുള്ളത്. എന്താ സംഭവം നമുക്ക് നോക്കാം. ഇതും ഒരു ഘനീകരണ രൂപം തന്നെയാണല്ലോ. അപ്പോൾ ആർക്ക് രൂപാന്തരം സംഭവിച്ചതാണ്? നമ്മുടെ ആർദ്രതയ്ക്ക് അല്ലേ. നമുക്ക് അദൃശ്യമായിട്ടുള്ള ജലതന്മാത്രകൾക്ക് അതിന് പൂരിതാവസ്ഥയും കഴിഞ്ഞിട്ട് അത് താഴോട്ടേക്ക് വീണ്ടും താപനില പോയപ്പോൾ അതിന് സംഭവിച്ച കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ രൂപാന്തരം പ്രാപിച്ചിട്ട് വന്ന, ഘനീകരണം സംഭവിച്ച് വന്ന മറ്റൊരു രൂപമാണ് അദൃശ്യമായ ജലത്തുള്ളി ദൃശ്യമാകുന്ന മറ്റൊരു പ്രക്രിയയിൽ സംഭവിച്ച ഒന്നാണ് മൂടൽമഞ്ഞ് എന്ന് പറയുന്നത്. അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് എന്നിങ്ങനെ തരംതിരിക്കാം. നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പൊടിപടലങ്ങൾ. അതായത് നമ്മുടെ ഘനീകരണം സംഭവിക്കുകയാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ ഈ പറയുന്ന പോലെ തണുപ്പ് ഇങ്ങനെ കൂടി വന്നതിൻ്റെ ഭാഗമായിട്ട് അന്തരീക്ഷത്തിലുള്ള ജലതന്മാത്രകൾ പൂരിതാവസ്ഥയിലെത്തി അത് വീണ്ടും താഴോട്ടേക്ക് പോയപ്പോൾ, വീണ്ടും താപനില താഴോട്ടേക്ക് പോയപ്പോൾ അതിന് ഇങ്ങനെ ഘനീകരണം സംഭവിച്ചിട്ട് ഇത് ജലത്തുള്ളിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ജലകണികകളായിട്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് അവിടെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ തുഷാരമായിട്ടൊന്നും മാറാതെ, ഹിമമൊന്നുമായി മാറാതെ തന്നെ അവിടെ അങ്ങനെ തങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കുന്നു. മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലവും മറ്റ് ഇടപെടലുകൾ മൂലമൊക്കെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന പൊടിപടലങ്ങളില്ലേ, ഈ പൊടിപടലങ്ങളിലേക്ക് ആരെത്തുകയാണ്? ഈ പറഞ്ഞ ഘനീകരണത്തിലൂടെ വന്നിട്ടുള്ള നമ്മുടെ ഈ ജലകണികകൾ എത്തുകയാണ്. അപ്പോൾ പൊടിപടലങ്ങളുടെ മേലെ ഈ ജലകണികകൾ അത് നിൽക്കും. അങ്ങനെ ഈ പൊടിപടലങ്ങളും ഈ ജലകണികകൾ കൂടി ചേർന്നിട്ടുള്ള ആ ഒന്നിനെ ഘനീകരണത്തിന് വിധേയമാക്കും, അല്ലെങ്കിൽ ഘനീകരണം നടക്കുമ്പോൾ അവിടെ അത് മഞ്ഞായിട്ട്, മൂടൽമഞ്ഞ് എന്ന് പറയുന്ന ഒന്നായിട്ട് മാറുന്നു. കണ്ടോ, ഇതാണ് മൂടൽമഞ്ഞ്. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാൻ വേണ്ടി പറ്റും. ഇതാണ് മൂടൽമഞ്ഞ്. അപ്പോൾ പൊടിപടലങ്ങളിലേക്ക് ഈ പറയുന്ന അദൃശ്യമായ ജലകണികകളെത്തി. അപ്പോൾ പൊടിപടലങ്ങളെയും അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ജലതന്മാത്രകളെ കേന്ദ്രീകരിച്ചിട്ട് ഘനീകരണം നടന്നപ്പോൾ അവിടെ മൂടൽമഞ്ഞ് വന്നു. ഈ മൂടൽമഞ്ഞിനെ നമുക്ക്
നേർത്ത മൂടൽമഞ്ഞെന്നും കനത്ത മൂടൽമഞ്ഞ്. നേരത്തെ പറഞ്ഞതിൽ ഒരു ചെറിയ എനിക്ക് ഓർമ്മയില്ല, ഞാൻ മൂടൽമഞ്ഞെന്ന് മാത്രമാണോ പറഞ്ഞത് എനിക്കറിയില്ല. നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും ഉണ്ട്. നേർത്ത മൂടൽമഞ്ഞിനെ നമുക്ക് മിസ്റ്റ് എന്ന് വിളിക്കാം, കനത്ത മൂടൽമഞ്ഞിനെ നമുക്ക് ഫോഗ് എന്ന് വിളിക്കാം. എന്താണ് ഈ നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും? അത് ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൂടൽമഞ്ഞിനെ നമ്മൾ ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായി തരംതിരിക്കുകയാണ്, നേർത്ത മൂടൽമഞ്ഞും കനത്ത മൂടൽമഞ്ഞും. എന്താണ് ഈ നേർത്ത മൂടൽമഞ്ഞ്? അതായത് നമുക്ക് ഈ മൂടൽമഞ്ഞ് വന്നതിൻ്റെ ഭാഗമായിട്ട് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മഞ്ഞുണ്ടായിരിക്കും, ഈ പറഞ്ഞ മൂടൽമഞ്ഞുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് വാഹനത്തിലോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ഈ രാവിലെകളിൽ നമുക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങളെ വരെ നമുക്ക് ഈ മഞ്ഞുണ്ടെങ്കിലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നേർത്ത മൂടൽമഞ്ഞ് എന്നാണ്. എന്നാൽ നമുക്ക് 1 കിലോമീറ്ററിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ അല്ല, ഈ 1 കിലോമീറ്ററിനുള്ളിലുള്ള കാര്യങ്ങളെ പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നമുക്ക് ദൂരക്കാഴ്ച നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴോ ഒക്കെ ഈ 1 കിലോമീറ്ററിൽ താഴെയുള്ള കാര്യങ്ങളെ പോലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കടുത്ത മഞ്ഞാണ്. ആ മഞ്ഞ് കാരണം നമുക്ക് അപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് നേർത്ത മൂടൽമഞ്ഞ് എന്നല്ല, കനത്ത മൂടൽമഞ്ഞ് എന്നാണ്, ഫോഗ് എന്നാണ് വിളിക്കുക. മിസ്റ്റും ഫോഗുമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഒന്ന് മിസ്റ്റാണ്, നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് ഫോഗാണ്. നിങ്ങൾ വാഹനങ്ങളിലൊക്കെ ഈ ഫോഗ് ലാമ്പ് എന്ന് കേട്ടിട്ടില്ലേ? കാര്യം എന്താ, ഇങ്ങനെ മഞ്ഞ് വരുന്ന സമയത്ത് താഴെ നമ്മൾ ഒരു യെല്ലോയിഷ് കളറിലുള്ള ലൈറ്റുകൾ ഉണ്ടായിരിക്കും. ആ ലൈറ്റുകൾ അടിച്ചിട്ടാണ് നമ്മൾ വാഹനങ്ങൾ മുന്നോട്ട് പോവുക. നമ്മുടെ നാട്ടിൽ അത്രത്തോളം അത് ദൃശ്യമല്ല. കേരളത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, ഈ പറയുന്ന കുറച്ച് ഹൈ റേഞ്ച് സ്ഥലങ്ങളിലൊക്കെ ഇതുണ്ട്. അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ അത്രത്തോളം ദൃശ്യമല്ല. പക്ഷേ ഡൽഹിയിലൊക്കെ ഇത് സ്ഥിരമാണ്. കാര്യം എന്താ, ഡൽഹിയിൽ ഈ കാര്യം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഡൽഹിയിലുള്ള എയർ പൊല്യൂഷനാണ്, വായു മലിനീകരണമാണ്. അത്രത്തോളം പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ഈ പൊടിപടലങ്ങൾ ആണല്ലോ നമ്മൾ ഈ മൂടൽമഞ്ഞിലേക്ക് നയിക്കുന്നത്. ആ പൊടിപടലങ്ങളുമായിട്ട് ഈ അദൃശ്യമായ ജലതന്മാത്രകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതിന് ഘനീകരണം സംഭവിക്കുന്നത് കൊണ്ടാണല്ലോ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നത്. അപ്പോൾ ഡൽഹിയിലൊക്കെ കനത്ത മൂടൽമഞ്ഞ. കാര്യം നമുക്കവിടെ ദൂരക്കാഴ്ചയിൽ നമുക്ക് കാണാനേ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ പറയുന്ന രാഷ്ട്രപതി ഭവൻ്റെ അവിടേക്ക് നടക്കുന്ന സമയത്തൊന്നും നമുക്ക് അവിടെ അടുത്തുള്ള കാര്യങ്ങൾ പോലും നമുക്ക് കാണാൻ പറ്റാത്ത അത്രത്തോളം വിസിബിലിറ്റി നഷ്ടമായിരിക്കും. ദൂരക്കാഴ്ച വളരെ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ പല പല അപകടങ്ങൾ നടക്കാറുണ്ട്. കാര്യം വാഹനങ്ങൾ ഒരു കാറ് മുന്നോട്ട് പോകുന്നു. നിങ്ങൾ വീഡിയോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഒരു വാഹനം പോകുന്നു, ആ വാഹനത്തിൻ്റെ തൊട്ടുപുറകിലായിട്ട് മറ്റൊരു വാഹനം വരുന്നു. പക്ഷേ ഇത് മുന്നിലുള്ള വാഹനത്തെ കാണാത്തതുകൊണ്ട് ഇടിക്കുന്നു. അങ്ങനെ ഒരു വണ്ടി ഇടിച്ചു, അതിൻ്റെ ബാക്കിൽ വേറൊരു വണ്ടി വന്നിടിക്കും. അങ്ങനെ ഈ മുന്നിലൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇടിച്ച് കിടക്കുന്ന അറിയാതെ വേറെ വണ്ടികൾ അതിൻ്റെ തുടരെ വന്ന് ഇടിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡൽഹിയിലൊക്കെ വളരെ അധികം നടക്കുന്ന കാര്യം. നമ്മുടെ നാട്ടിൽ ഈ ഫോഗ് ലാമ്പൊക്കെ നമ്മൾ വലിയ ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് ഈ ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ വാഹനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മറ്റൊരു ഘനീകരണ രൂപമാണ് നമ്മുടെ മേഘങ്ങൾ. മേഘങ്ങൾ എല്ലാവർക്കും അറിയാലോ. എന്താണ് മേഘങ്ങൾ? മേഘങ്ങൾ എന്ന് പറയുന്നത്, ആകാശത്ത് കാണുന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദൃശ്യമായ ജലകണികകളായിരുന്നു. അതിന് ഘനീകരണം സംഭവിച്ച് ഘനീഭവിച്ച് അതെന്തായി മാറിയതാണ്? മേഘങ്ങളെന്ന് പറയുന്ന മറ്റൊന്നായിട്ട് മാറിയതാണ്. മനസ്സിലാക്കിക്കൊള്ളുന്നത്. അല്ലാതെ മേഘങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേഘങ്ങൾ ഒരു കാലത്ത് എന്തായിരുന്നു? അത് ഒരു ടൈമിൽ അത് അദൃശ്യമായ ജലകണികകൾ, അതായത് ആർദ്രതയായിരുന്നു. അതിന് ഘനീകരണം സംഭവിച്ചിട്ടാണ് അത് മേഘങ്ങൾ എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിയത്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെയാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. ഓക്കെ, ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അതിനാലാണ് അവ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താ പറഞ്ഞിട്ടുള്ളത്? നേരത്തെ ഞാൻ മൂടൽമഞ്ഞ് പറഞ്ഞതുപോലെ തന്നെയാണ് അന്തരീക്ഷത്തിലുള്ള ആ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നതിനേക്കാളും നേർത്ത പൊടിപടലങ്ങളുണ്ട്. അന്തരീക്ഷത്തിൽ ഒരുപാട് നേർത്ത പൊടിപടലങ്ങളുണ്ട്. ഈ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ഘനീകരണം നടക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ നേർത്ത പൊടിപടലങ്ങളിൽ ജലത്തുള്ളികൾ, ഈ അദൃശ്യമായ ജലകണങ്ങൾ തങ്ങി നിൽക്കുന്നു. അവയെ കേന്ദ്രീകരിച്ചിട്ട്
അത് മൂടൽമഞ്ഞ് പോലെ തന്നെയാണ്. പക്ഷേ അവയെ കുറച്ചും കൂടെ നേർത്ത പൊടിപടലങ്ങളാണെങ്കിൽ അവയെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ ഘനീകരണം നടക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഘനീകരണം സംഭവിക്കുമ്പോൾ അവിടെ എന്താവുന്നു, അവിടെ ആ അദൃശ്യമായ ജലകണികകൾ ഈ പറയുന്ന ജലകണികകളുടെ ഒരു കുറച്ചും കൂടെ വലുപ്പം കൂടി വരുന്നു. അങ്ങനെ അത് മേഘമെന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഞാൻ ഇവിടെ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള കുറേ പൊടിപടലങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ ഈ പൊടിപടലങ്ങളിൽ ഇങ്ങനെ കുറേ ജലത്തുള്ളികൾ ഇങ്ങനെ കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇത് ഓരോന്നിൻ്റെയും വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.001 സെൻറ്റിമീറ്ററിലും താഴെയാണ്. അതായത് ഇതിൻ്റെ ഒരു 10 ലക്ഷം മടങ്ങാണ് ഒരു എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 1000 മടങ്ങ് വലുപ്പമുണ്ട് ഏതെന്ന് പറയുന്നത് ഒരു മഴത്തുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 0.001 സെൻറ്റിമീറ്ററിലും താഴെയുള്ള ജലകണിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, അതന്നെ ഘനീകരണം വന്ന ഒരു ജലകണികയാണ്. അതിന് മുന്നേ അപ്പോൾ അതിനേക്കാൾ വലിപ്പം കുറഞ്ഞ ജലകണിക, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഇങ്ങനെ 0.001 സെൻറ്റിമീറ്ററിലും താഴെയുള്ള ജലത്തുള്ളികളായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ ജലത്തുള്ളികൾ അവിടുത്തെ പൊടിപടലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കും. അങ്ങനെ കുറേ ജലത്തുള്ളികൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ പൊടിപടലങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കാൻ തുടങ്ങും. എത്ര വലുപ്പമാണ്? 0.001 സെൻറ്റിമീറ്റർ ഉള്ളൂ. അതായത് ഭൂമിക്ക് ആകർഷിക്കാൻ കൂടി പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു മഴത്തുള്ളിയുടെ മഴത്തുള്ളിയുടെ വലുപ്പം എന്ന് പറയുന്നത് ഈ മേഘങ്ങളായിട്ട് നമ്മൾ കാണുന്ന ജലകണികകളുടെ ഒരു 10 ലക്ഷം മടങ്ങാണ്. ഓക്കെ, അതിലും അപ്പോൾ എത്ര വലുപ്പം കുറഞ്ഞ ഒന്നാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവ നിൽക്കുന്നത്, അത് താഴോട്ടേക്ക് വരാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെ മേലെ, നമ്മളതിനെ വിളിക്കുന്ന പേര് കണ്ടൻസേഷൻ ന്യൂക്ലി എന്നാണ് അതിനെ വിളിക്കാറുള്ളത്. ഈ കണ്ടൻസേഷൻ ന്യൂക്ലി, അത് പൊടിപടലങ്ങളുടെ മേലെ ഇങ്ങനെ ഈ വലിപ്പം കുറഞ്ഞ ഇത്രയും വലുപ്പത്തിൽ താഴെയുള്ള ഈ ജലകണികകൾ പറ്റി പിടിച്ച് വെക്കും. അങ്ങനെ അതെല്ലാവരും കൂടെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് വേറൊരു രൂപമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. ആ രൂപമാണ് എന്തെന്ന് പറയുന്നത്, മേഘങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ആകാശത്ത് വിവിധ തരം മേഘങ്ങൾ നമുക്ക് കാണാനാകും. മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെയും രൂപീകൃതമാകുന്ന ഉയരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തരംതിരിക്കാം. ഓക്കെ, നമുക്ക് മേഘങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ വിവിധ മേഘങ്ങളെ കാണാറുണ്ട്. പൊതുവേ നമുക്ക് മേഘങ്ങളുടെ പേരുകൾ നമ്മൾ ഇടുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മേഘത്തിൻ്റെ ഉയരം, അത് നല്ല ഉയരത്തിലാണോ കാണുന്നത്, അതോ ഉയരം കുറഞ്ഞിട്ടാണോ കാണുന്നത്, അതിൻ്റെ ആകൃതി എന്താണ്. അപ്പോൾ മേഘത്തിൻ്റെ ഉയരത്തിൻ്റെയും മേഘത്തിൻ്റെ ആകൃതിയുടെയും അടിസ്ഥാനത്തിലാണ് ഒരു മേഘത്തിൻ്റെ പേര് നമ്മൾ നിർണ്ണയിക്കാറുള്ളത്. അങ്ങനെ വ്യത്യസ്ത പേരുകളുടെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത പേരുകളിലുള്ള മേഘങ്ങൾ നമുക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇവിടെ ഈ പറഞ്ഞ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഘത്തിൻ്റെ ഈ ടോപ്പിലുള്ള ഉയരമല്ല കേട്ടോ, ഞാൻ ഈ വരച്ചിട്ടുള്ള അടിഭാഗമുണ്ടല്ലോ, ഈ അടിഭാഗമാണ് ഇവിടുത്തെ ഉയരം എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് മേഘത്തിൻ്റെ രൂപം ഏത് രൂപത്തിലും വരക്കാം, പക്ഷേ ഇതിൻ്റെ അടിഭാഗം എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു മേഘമുണ്ട്, ഇത് എ എന്ന് പറഞ്ഞ മേഘം, ഈ ബി എന്ന് പറഞ്ഞ മേഘം, ഇതിൻ്റെ അടിഭാഗം ഈ സ്റ്റാർട്ടിങ് എത്ര ഉയരത്തിലാണ്, ഇതാണ് ഇവിടെ നിന്നാണ് നോക്കുക. അല്ലാതെ ഇതിൻ്റെ ടോപ്പ് ഭാഗം അല്ല നമ്മൾ ഉയരമായിട്ട് കണക്കാക്കുന്നത്, ഈ താഴ്ഭാഗമാണ് ഉയരമായിട്ട് കണക്കാക്കുന്നത്. അത് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേഘങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പല മേഘങ്ങളുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് സിറസ് മേഘം, ക്യുമുലസ് മേഘം, നിംബസ് മേഘം, സ്ട്രാറ്റസ് മേഘം, ഇങ്ങനെ 4 മേഘങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരിക്കലും ആകാശത്ത് സിറസ് മേഘം ഒറ്റയ്ക്ക് നമുക്ക് കാണാൻ പറ്റാറില്ല, അല്ലെങ്കിൽ ക്യുമുലസ് മേഘം നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ പറ്റാറില്ല, അല്ലെങ്കിൽ നിംബസ് മേഘം നമുക്ക് ഒറ്റയ്ക്ക് കാണാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ സ്ട്രാറ്റസ് മേഘം നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് കാണാനായിട്ട് സാധിക്കാറില്ല. പലപ്പോഴും ഇതിൻ്റെ ഒരു മിക്സ്ഡ്, സിറസും ക്യുമുലസും കൂടെ ചിലപ്പം, അല്ലെങ്കിൽ സ്ട്രാറ്റസും നിംബസും, അല്ലെങ്കിൽ ക്യുമുലോ നിംബസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടാണ് കാണാറുള്ളത്. ഒരുമിച്ചാണ് കാണാറുള്ളത്. അല്ലാതെ ഇത്
ഒറ്റക്കൊറ്റക്ക് നമ്മൾ കാണുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഇവിടെ ഈ ആകാശം നോക്കിയാൽ തന്നെ ഇവിടെ ഒരു ടൈപ്പ് മേഘമുണ്ട്, ഇവിടെ അതാ വേറെ ടൈപ്പ്. അപ്പോൾ ഇതിനൊരു മിക്സ്ഡ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ വേറെ ഒരു ടൈപ്പ് കാണാം, ഇവിടെ വേറൊരു ടൈപ്പ് കാണാം, അല്ലേ? ഇപ്പോൾ ഇവിടെ ഇതെടുത്ത് നോക്കി കഴിഞ്ഞാലും പല 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 ഇത് ഇവിടെ ഒരു വേറെ ടൈപ്പ്, ഇവിടെ ഒരു വേറെ ടൈപ്പ് കാണുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നമുക്ക് ഇവിടുത്തെ വേറൊരു ടൈപ്പ്, അങ്ങനെ 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 നമുക്ക് എന്ത് ചെയ്യാം, മിക്സഡ് ആയിട്ടാണ് നമുക്ക് പലപ്പോഴും മേഘങ്ങളെ കാണാൻ പറ്റില്ല. അതെന്തോ ആവട്ടെ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറയുന്ന മേഘം എന്ന് പറയുന്നത് സിറസ് മേഘമാണ്. ഇവിടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ട്, സിറസ് മേഘം. സിറസ് മേഘം, ഞാൻ ചിത്രം നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട, ഇതാണ് ഈ നേരത്തെ ഇതാണ് സിറസ് മേഘം. സിറസ് മേഘം എന്താണ് സിറസ് മേഘം? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയർന്ന വിതാനത്ത് നേർത്ത തൂവൽക്കെട്ടുകൾക്ക് സമാനമായി കാണുന്ന മേഘങ്ങളെ സിറസ് മേഘങ്ങളെന്ന് വിളിക്കുന്നു. ചിത്രം കണ്ടില്ലേ? എന്താ പറയുള്ളത്? വളരെ തെളിഞ്ഞ അന്തരീക്ഷം, നമ്മളൊന്നും മഴയൊന്നും ഇല്ലാത്തൊരു സമയത്ത് വെറുതെ ഒന്ന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സിറസ് മേഘങ്ങളെ ഒരുപാട് കാണാൻ വേണ്ടി പറ്റും. അത് നല്ല ഉയരത്തിലാണ് ഉണ്ടാവുക, നല്ല ഉയരത്തിലാണ് ഈ സിറസ് മേഘങ്ങൾ ഉണ്ടാവാറുള്ളത്. അത് ഒരു തൂവൽക്കെട്ടുകൾ പോലെയാണ്, നമ്മളൊരു സാധാരണ നമ്മൾ തൂവലുകൾ പോലെ നമുക്ക് അന്തരീക്ഷത്തിൽ കാണാൻ പറ്റുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഉയരത്തിലാണ്. അപ്പോൾ സിറസ് എന്ന് പറഞ്ഞാൽ അതിന് ഉയരം എന്നുള്ള അർത്ഥമാണുള്ളത്, വളരെ ഉയരം കൂടിയത് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഇനി അടുത്ത മേഘങ്ങൾ സ്ട്രാറ്റസ് മേഘങ്ങളാണ്. സ്ട്രാറ്റസ് മേഘങ്ങൾ താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. നോക്കൂ, സ്ട്രാറ്റസ് മേഘങ്ങൾ ഇതാ കണ്ടില്ലേ? ഇത് കുറച്ചും കൂടെ ഇതുപോലെയല്ല, നമ്മുടെ സിറസ് പോലെയല്ല, കുറച്ചും കൂടെ താഴ്ഭാഗത്തായിട്ട് നമുക്ക് അന്തരീക്ഷത്തിലെ കുറച്ചുകൂടെ താഴ്ന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. ഇതാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. സ്ട്രാറ്റസ് മേഘങ്ങൾ എന്താണ്? കുറച്ചും കൂടെ കനത്ത പാളികളായിട്ടാണ് കാണുക, അല്ലേ? അടുത്തടുത്ത് തിക്കായിട്ടാണ് ഈ സ്ട്രാറ്റസ് മേഘങ്ങളെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ സിറസ് മേഘങ്ങൾ പോലെയാണോ? ഇതുപോലെയാണോ? ഇത് കുറച്ചും കൂടെ ഇത് അടുത്തടുത്തായിട്ട് കനത്ത പാളികളായിട്ട് താഴ്ന്ന വിതാനങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. അതിനാണ് സ്ട്രാറ്റസ്. അപ്പോൾ സ്ട്രാറ്റസ് എന്ന് പറഞ്ഞാൽ ഉയരം കുറവെന്നും സിറസ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടുതലുമെന്നാണ് അർത്ഥം. അടുത്ത ഒന്നാണ് ക്യുമുലസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങളുടെ ചിത്രം ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ക്യുമുലസ് മേഘങ്ങളുടെ ചിത്രം ഇതാ കണ്ടില്ലേ? ക്യുമുലസ് മേഘങ്ങളുടെ ചിത്രം ഇതാണ് ക്യുമുലസ് മേഘം. എന്താണ് ക്യുമുലസ് മേഘത്തിൻ്റെ പ്രത്യേകത? ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ എന്തെന്ന് വിളിക്കുന്നു? ക്യുമുലസ് മേഘങ്ങളെന്ന് വിളിക്കുന്നു. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കാണപ്പെടുന്നു. അപ്പോൾ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് സംവഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചൂടേറ്റ് കഴിഞ്ഞാൽ വായുവിന് വികാസം സംഭവിക്കുന്നു, അത് ഉയർന്നു പൊങ്ങുന്നു. ഇത് വായുവിന് മാത്രമാണോ സംഭവിക്കാറുള്ളത്? അല്ല, ആർക്കും കൂടി സംഭവിക്കാറുണ്ട്. ജലാശയങ്ങളിലുള്ള ജലങ്ങൾക്ക് കൂടി സംഭവിക്കാറുണ്ട്. അപ്പോൾ സംവഹനം നടക്കുമ്പോൾ ഈ ഒന്നെങ്കിൽ വായു മേലോട്ടേക്ക് ഉയർന്നു പോകുന്നു, അല്ലെങ്കിൽ ജലാശയങ്ങളിലുള്ള ജലം എന്ത് ചെയ്യുന്നു? അത് നീരാവിയായിട്ട് മേലോട്ടേക്ക് ഉയർന്നു പോകുന്നു. അങ്ങനെ നീരാവിയായിട്ട് മേലോട്ടേക്ക് പോകുമ്പോൾ അത് നല്ലോണം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സംവഹനം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അതായത് ചൂടിൻ്റെ അളവ് അവിടെ വളരെ കൂടുതലാണ് അവിടെ. അതുപോലെ തന്നെ അവിടെ അത്യാവശ്യത്തിലധികം ജലാശയങ്ങളുണ്ട്. അപ്പോൾ സംവഹനം വളരെയധികം ഉയർന്ന തോതിൽ അവിടെ നടക്കും. അങ്ങനെ നല്ല ഉയർന്ന തോതിൽ സംവഹനം നടക്കുന്ന സ്ഥലങ്ങളിലാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അവിടെ ക്യുമുലസ് മേഘങ്ങൾ രൂപം കൊള്ളുന്നത്. ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത എന്താണ്? അത് പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമാണ്. നേരത്തെ തൂവൽക്കെട്ടുകൾക്ക് സമാനമായത് സിറസ്, പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായിട്ടുള്ളത് ക്യുമുലസ് മേഘങ്ങൾ. ഈ മേഘങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ച് കിടക്കുന്നു. അതായത് ഞാൻ ഒരു ചിത്രം വരയ്ക്കുകയാണ്, ക്യുമുലസ് മേഘങ്ങളാണ് നമുക്ക് വരയ്ക്കാൻ ഏറ്റവും എളുപ്പം. കണ്ടോ? ലംബദിശയിലാണ് ഇത് കുറച്ചും കൂടെ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കുമ്പോൾ ഈ അടിഭാഗം നോക്കൂ, ഈ അടിഭാഗം, അല്ലേ? ഇതിങ്ങനെ ലംബദിശയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന മേഘങ്ങളാണ്. നോക്കി നോക്കുക, ഇതിവിടെ നോക്കി നോക്കുക, ഇതിൻ്റെ ഒരു അടി കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് ലംബദിശയിൽ നമുക്കിതാ ഇങ്ങനെ കുത്തനെ നോക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ഓർഡർ അല്ലാതെ കിടക്കുകയോ ഒന്നുമല്ല. ഇത് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ നമുക്കിങ്ങനെ ലംബദിശയിൽ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന മേഘങ്ങളാണ്. ഇനി അടുത്ത മേഘങ്ങളാണ് ഏതെന്ന് പറയുന്നത്? നിംബസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ
താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഈ മഴക്കാറ് അല്ലെങ്കിൽ മഴമേഘങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്? നിംബസ് ആണ്. കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ മഴ പെയ്യുന്നതിന് മുന്നായിട്ട് ആകാശം നോക്കുമ്പോൾ മഴമേഘങ്ങൾ ഇങ്ങനെ കാണാറില്ലേ? ഇരുണ്ട മേഘങ്ങളാണ് അല്ലേ? ഈ ഇരുണ്ട മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് ഈ പറയുന്ന നിംബസ് മേഘങ്ങൾ? അത് താഴ്ന്ന വിതാനങ്ങളിലാണ് കേട്ടോ കാണുന്നത്. നമുക്ക് ആകാശത്ത് നോക്കുമ്പോൾ താഴെ തന്നെ കാണാൻ പറ്റാറുണ്ട് അല്ലേ? താഴ്ന്ന വിതാനങ്ങളിൽ കാണുന്ന മറ്റൊന്നായിരുന്നു സ്ട്രാറ്റസ്. എന്താണ് ഇനി നിംബസിനെ പറ്റി പറഞ്ഞത്? സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. അതായത് ഈ ജലകണികകൾ അത്യാവശ്യം എന്ത് ചെയ്യാണ്? ഇങ്ങനെ അതിൻ്റെ വലുപ്പം കൂടി വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ആര് നിൽക്കുന്നത്? നേരത്തെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ ജലത്തുള്ളികൾ രൂപപ്പെടുന്നത്. അതാണല്ലോ മേഘങ്ങൾ എന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അതിന് എത്ര സെൻറ്റിമീറ്ററിലും താഴെയായിരുന്നു? 0.0001 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള ജലകണികകളാണല്ലോ ഈ നേരത്തെ പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് നിന്നിരുന്നത്. ഇവ കൂടി വരികയാണ്. അതായത് ഈ ജലത്തുള്ളികൾ ഈ നേരത്തെ പൊടിപടലങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജലത്തുള്ളികൾ അതിൻ്റെ വലുപ്പം കൂടി വരികയാണ്. അവ ഇങ്ങനെ കൂടി വരുമ്പോൾ അത് നമുക്ക് അതിൻ്റെ സാന്ദ്രത അതിങ്ങനെ വളരെ കൂടി വന്നു. അതായത് ഈ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ ഈ ജലത്തുള്ളികളുടെ അളവ് കൂടി വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് ഒരു സ്ഥലത്ത് എല്ലാവരും കൂടി തിക്കി നിൽക്കുമ്പോൾ അപ്പുറത്തുള്ളത് കാണാൻ വേണ്ടി പറ്റുമോ? കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാണ്? ഈ ജലത്തുള്ളികളുടെ ഒരു സാന്ദ്രത കൂടി, അതായത് അവരെല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ കട്ടിയിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ സൂര്യപ്രകാശത്തിന് കടന്നു വരാൻ പറ്റുന്നില്ല. സൂര്യപ്രകാശത്തിന് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ ഈ പറയുന്ന ജലത്തുള്ളികൾ പൂർണ്ണമായിട്ടും വരുന്നില്ല എന്നല്ല കേട്ടോ, പക്ഷേ പരമാവധി ഈ ജലത്തുള്ളികൾ ഈ പൊടിപടലങ്ങളിൽ ഇങ്ങനെ വളരെ അധികം നിന്നതുകൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? സൂര്യപ്രകാശത്തിന് ഭൂമിയിലേക്ക് അത്ര എളുപ്പത്തിൽ എത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്കിത് ഇരുണ്ടതായിട്ട് തോന്നുകയാണ്. അപ്പോൾ നമുക്ക് ആകാശം ഇരുണ്ടതായി തോന്നുകയാണ്, ഈ മേഘങ്ങൾ ഇരുണ്ടതായി തോന്നുകയാണ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിംബസ് മേഘങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ നിംബസ് മേഘങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇതിന് ഞാൻ പറഞ്ഞു ഇവിടെ തന്മാത്രകളുടെ ഭാരം കൂടി എല്ലാവരും കൂടെ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇത് നിംബസ് മേഘങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. ഇനി ഇത് വീണ്ടും കൂടിയാൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ സാന്ദ്രത കൂടി, ഈ ജലത്തുള്ളികളുടെ സാന്ദ്രത കൂടി. അങ്ങനെ ജലത്തുള്ളികളുടെ സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതുവരെ ഭൂമിയുടെ ആകർഷണ ബലം കാരണം ഇത് താഴോട്ടേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഇതെന്താ ചെയ്യാൻ തുടങ്ങി? ഇതിൻ്റെ ജലതന്മാത്രങ്ങളുടെ വലുപ്പം കൂടിയപ്പോൾ, ഈ മേഘങ്ങളിലുള്ള ജലതന്മാത്രങ്ങളുടെ വലുപ്പം സാന്ദ്രത കൂടിയപ്പോൾ ഇതെല്ലാം കൂടി അവിടെ നിൽക്കാൻ പറ്റാതെ താഴോട്ടേക്ക് വരും. അതാണ് നമ്മൾ ഈ ജലത്തുള്ളികളായിട്ട് എന്തായി കാണുന്നത്? ഈ 0.1 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള ജലത്തുള്ളികളുടെ വലുപ്പം കൂടി ഇതിൻ്റെ ഒരു വലുപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം വലുപ്പത്തിലേക്ക് എത്തി. ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു തുള്ളിയായിട്ട് അങ്ങനെയാണ് നമ്മൾ മഴയായിട്ട് നമ്മൾ ഈ മേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ കാണുന്ന നമ്മുടെ മേൽ തട്ടുന്ന മഴത്തുള്ളികൾ വരുന്നത്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ചെറിയ തുള്ളിയായിരുന്നു. അവ എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അത്രയും വലുപ്പത്തിലേക്ക് അത് മാറിയപ്പോഴാണ് ഒരു തുള്ളിയായിട്ട് മാറുന്നത്. അങ്ങനെ എത്ര തുള്ളികളാണ് നമുക്ക് എത്തുന്നത്. അപ്പോൾ നിംബസ് മേഘങ്ങളിൽ നമുക്ക് ഈ മഴമേഘങ്ങളാണ്. ആ മഴമേഘങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന മഴ പെയ്യുന്നത് അല്ലേ, നമുക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ സൂര്യപ്രകാശം കടത്തിവിടാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി മേൽ സൂചിപ്പിച്ച മേഘങ്ങൾ ആകാശത്ത് പൊതുവെ സ്വതന്ത്രമായി കാണപ്പെടാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് കാണപ്പെടാറില്ല. വ്യത്യസ്ത തരം മേഘങ്ങളുടെ കൂടിച്ചേർന്ന അവസ്ഥയാണ് നമുക്ക് പലപ്പോഴും ദൃശ്യമാകുന്നത്. അതായത് പലതും മിക്സ്ഡ് ആയിട്ടാണ് കാണപ്പെടാറുള്ളത്. ഇത്തരം മേഘങ്ങളെ സിറോസ്ട്രാറ്റസ്, ഒന്നെങ്കിൽ സിറസ് മേഘങ്ങളും സ്ട്രാറ്റസ് മേഘങ്ങളുടെ ഒന്നിച്ച് കാണും. അപ്പോൾ അതിനെ നമ്മൾ സിറോസ്ട്രാറ്റസ് എന്ന് വിളിച്ചു. അല്ലെങ്കിൽ സ്ട്രാറ്റോ ക്യുമുലസ്, സ്ട്രാറ്റസ് മേഘങ്ങളും ക്യുമുലസ് മേഘങ്ങളും ഒന്നിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ക്യുമുലോ നിംബസ് അല്ലേ, അല്ലെങ്കിൽ നിംബോ സ്ട്രാറ്റസ്. അത് നിംബസ് മേഘങ്ങളും സ്ട്രാറ്റസ് മേഘങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു, അല്ലെങ്കിൽ ക്യുമുലസ് മേഘങ്ങളും നിംബസ് മേഘങ്ങളും ഒരുമിച്ച് നിൽക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവയ്ക്കൊക്കെ എല്ലാം കൂടി പൊതുവേ ഇതിനെ മിക്സ്ഡ് ആയിട്ടാണ് കാണുക. ഒറ്റയ്ക്ക് നമ്മൾ പലപ്പോഴും ഈ മേഘങ്ങളെ കാണാറില്ല. ഇവരുടെ ഏതെങ്കിലും മിക്സ്ഡ് ആയിട്ടാണ് കാണപ്പെടാറുള്ളതെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് വർഷണം എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കാണ് കടക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം.